ഹായ്, നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഹിമറ്റോളജി എന്നുള്ള ഭാഗം എടുത്തിരുന്നു. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ അതുപോലെ നോർമൽ റേഞ്ച് എത്രയാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് സെൽസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ടെസ്റ്റ് ഒക്കെ മെഷീൻ വൈസ് ആണ് ചെയ്യുന്നതെങ്കിലും ചിലതൊക്കെ നമ്മൾ നേക്കഡ് ആയി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അപ്പം അതില് നമ്മൾക്ക് എങ്ങനെ ഓരോരോ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാം, അതിന്റെ ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ എന്ത് എടുക്കണം, ബ്ലഡ് എടുക്കണം. അപ്പൊ ബ്ലഡ് എടുക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ബ്ലഡ് സ്പോർട്സ് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുന്നതിന് ഏതൊക്കെ സൈറ്റ്സ് ആണ് ഉള്ളത്, ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഏറ്റവും ഫസ്റ്റ് എന്താണ് ഫ്ലീബോട്ടമി? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തില്. അതായത് ഹീമറ്റോളജി എന്ന് പറയുന്നതും നമുക്ക് കുറച്ച് ന്യൂ വേർഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഹീമറ്റോളജി നമുക്കറിയാവുന്ന കാര്യമാണ്. ഹീമ എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും ബ്ലഡ് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹീമറ്റോളജി എന്നുള്ളത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ബ്ലഡിനെ ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്, ടെക്നിക്സ്, അതെല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഹീമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലീബോട്ടമി എന്ന് പറയുമ്പോൾ അതൊരു പ്രൊസീജിയർ ആണ്. അതായത് ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇപ്പൊ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫസ്റ്റ് ബ്ലഡ് വേണം. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് ഒരു ചെറിയൊരു നീഡിൽ വെച്ചിട്ടാണ്. നീഡില് അല്ലെങ്കിൽ ലാൻസെറ്റ്. ഇപ്പൊ നീഡില് യൂഷ്വലി എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ലാൻസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണില്ല. അതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ലാൻസെറ്റ്. അപ്പൊ ഈ ലാൻസെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷാർപ്പ് പോയിന്റഡ് എഡ്ജ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ പിയേഴ്സ് ചെയ്തിട്ടാണ് എന്തെടുക്കുന്നത്, ബ്ലഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ലാൻസെറ്റ്. ഇത് വെച്ചിട്ടും നീഡിൽ വെച്ചിട്ടൊക്കെയാണ് ബ്ലഡ് എടുക്കുക. ഇനി ബ്ലഡ് എടുക്കുന്ന സ്പോട്ട് എവിടെ നിന്നാണ്? വെയിൻസിൽ നിന്നാണ് യൂഷ്വലി ബ്ലഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ വെയിൻസ് നിന്നാണ് യൂഷ്വലി ലബോറട്ടറി ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്നത്. അല്ലാതെയും നമ്മൾ ബ്ലഡ് എടുക്കുന്ന കുറെ സ്പോട്സ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. ഇനി ഈ ഒരു ഫ്ലീബോട്ടമി എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും ചെയ്യുന്നത് എക്സ്ട്രാ വരുന്ന റെഡ് ബ്ലഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഫ്ലീബോട്ടമി യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫ്ലീബോട്ടമി എന്ന് പറയുന്നതിന് വേറെയും കുറെ പേരുകളുണ്ട്. അതാണ് ബ്ലഡ് ഡ്രോ, അതുപോലെ തന്നെ വെനി പങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വെനി പങ്ക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വെയിൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന വേർഡാണ് എന്ത്, വെനി പങ്ക്ചർ എന്ന് പറയുന്നത്. ഇനി പങ്ക്ചർ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ പറയാറുണ്ട് ബൈസിക്കിൾ ഒക്കെ പഞ്ചർ ആയി എന്നുള്ളത്. ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഒരു ഷാർപ്പ് പോയിന്റ് വെച്ചിട്ടുണ്ടാകുന്ന ഒരു സ്മോൾ ഹോൾ, അതിനെയാണ് പങ്ക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സ്മോൾ ഹോൾ തന്നെയാണ് ഇവിടെയും വെയിൻസിൽ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് എടുക്കുന്നത്. അപ്പൊ ഫ്ലീബോട്ടമി എന്നുള്ള വേർഡ് ഫെമിലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു വേർഡ് ആയതുകൊണ്ടാണ് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്. ഫ്ലീബോട്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊസീജിയർ ആണ്. നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ വെയിൻസ് നിന്നാണ് ഒരു സ്മോൾ ഹോൾ ആണ് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഷാർപ്പ് പോയിന്റ് ഉള്ള ലാൻസെറ്റോ അല്ലെങ്കിൽ നീഡിൽ യൂഷ്വലി കണ്ടിട്ടുണ്ട്. ലാൻസെറ്റ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാൻസെറ്റ്. ഇതൊക്കെ വെച്ചിട്ടാണ് ബ്ലഡ് എടുക്കുന്നത്. ഇനി കുറച്ചധികം എമൗണ്ട് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂഷ്വലി നീഡിൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഫ്ലീബോട്ടമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെ സൈറ്റ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യാം. ഇപ്പൊ യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്ന ബ്ലഡ് കളക്ടിങ് സൈറ്റ്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? അതായത് യൂഷ്വലി നമ്മുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന കുറെ സൈറ്റ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ആം പിറ്റ്സ് നിന്ന് എടുക്കും, അതുപോലെ തന്നെ എൽബോ പിറ്റ്സ് നിന്ന് എടുക്കും. അങ്ങനെ കുറെ നമ്മൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്. അതിന് ഓരോന്നിനും ഓരോ പേരുകൾ പറയും. അപ്പൊ ഏറ്റവും ഫസ്റ്റ് എന്താണ് കാപ്പിലറി പങ്ക്ചർ എന്ന് നമുക്ക് നോക്കാം. കാപ്പിലറി പങ്ക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിംഗർ അല്ലെങ്കിൽ ഹീല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്കിന്നിൽ നിന്നുമാണ്, സ്കിൻ പ്രിക്ക് ചെയ്ത് അവിടെ നിന്നും ആണ് ബ്ലഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് കാപ്പിലറി പങ്ക്ചർ എന്ന് പറയാം. ഓക്കെ,
അതായത് ഇപ്പൊ ഷാർപ്പ് നീഡിൽ അത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, നീഡിലോ ലാൻസെറ്റോ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് പിയേഴ്സ് ചെയ്തുകൊണ്ട് ഫിംഗറിൽ നിന്നോ ഹീലിൽ നിന്നോ എടുക്കുന്ന ബ്ലഡ്, അങ്ങനെ എടുക്കുന്ന ബ്ലഡ് കളക്ഷനെ പറയുന്ന പേരാണ് കാപ്പിലറി പങ്ക്ചർ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ബ്ലഡ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് അതനുസരിച്ചാണ് ബ്ലഡ് എടുക്കുന്ന ആ ഒരു ഇപ്പം ഒരു എക്യുപ്മെന്റിന്റെ ആ ഒരു ആവശ്യം. അതായത് ഇപ്പൊ ബ്ലഡ് കുറവാണ്, ഒരു തുള്ളിയൊക്കെയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ലാൻസെറ്റ് ആണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോ. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ലാൻസെറ്റ്സ് ആണ്. ഓക്കെ, അവിടെ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒക്കെയാണ് ആവശ്യം ഉണ്ടാകുക. പക്ഷെ നീഡിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ CBC അല്ലെങ്കിൽ FBC, അതായത് ടോട്ടൽ ബ്ലഡ് സെൽ കൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ബ്ലഡ് ആവശ്യമുണ്ടാവും. അപ്പൊ ആ സമയത്ത് നീഡിൽസ് ആണ് യൂസ് ചെയ്യുക. നീഡിൽ തന്നെ പല ഇപ്പം 10 ml ഉണ്ട്, അങ്ങനെ പല എമൗണ്ട് ഉള്ള നീഡിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിപ്പറ്റ്സ്, അതായത് സ്മോൾ ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അത് അതിനേക്കാൾ കുറച്ചും കൂടി ബ്ലഡ് ആവശ്യമുണ്ട് എന്നുള്ള രീതിക്ക് വരുമ്പോഴാണ് അങ്ങനത്തെ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് യൂഷ്വലി ഇപ്പൊ ബ്ലഡ് ഇപ്പൊ ഏതാണ് ബ്ലഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് എടുത്ത് അത് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിന്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ടെസ്റ്റ് സ്ട്രിപ്പ്, ഇപ്പം ഇതൊക്കെ ബേസ് ചെയ്യുന്നത് നമ്മൾ ഏത് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ ബ്ലഡ് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലൈഡിന് മുകളിൽ ബ്ലഡ് ഡ്രോപ്പ് വെച്ചിട്ട് അതിലോട്ട് 3 സൊല്യൂഷൻ ഒഴിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്മോൾ ട്യൂബ്സ്, ഗ്ലാസ് ട്യൂബ്സിലോട്ട് ബ്ലഡ് ആഡ് ചെയ്ത് പിന്നെ അതിലോട്ട് അതിന് വേണ്ട ഡിറ്റർജൻസ് അല്ലെങ്കിൽ ബെഞ്ച് റിയാജൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോ ടൈപ്പ് സൊല്യൂഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇനി എത്ര എമൗണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCs ഉണ്ട്, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതനുസരിച്ച് സൊല്യൂഷൻസ് വേറെയാണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിക്കും, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, ദെൻ ഇപ്പം ഈ ഒരു പങ്ക്ചർ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു സ്മോൾ ഹോൾ വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പങ്ക്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു ബാൻഡേജോ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനൊരു ബ്രേക്കേജ് വരാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ ബാൻഡേജ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് ലാൻസെറ്റ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതായിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആർട്ടീരിയൽ പങ്ക്ചർ ആണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമൽ പങ്ക്ചർ സൈറ്റ്സിലാണ് ഇത് ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ ഒരു പങ്ക്ചർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, ഏറ്റവും ഫസ്റ്റ് നമ്മൾ പൾസ് കണ്ടുപിടിക്കും. പൾസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഭാഗം ഫസ്റ്റ് ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ ഡ്രേപ്പ് ചെയ്യും. ഓക്കെ, ക്ലീൻ ചെയ്യും. നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോയ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഒരു കോട്ടൺ വെച്ച് നമുക്ക് ആ ഒരു പൾസ് കണ്ടുപിടിച്ച് കോട്ടൺ വെച്ച് ഭാഗം ഒന്ന് വൈപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവുക, പങ്ക്ചർ ചെയ്യുന്നുണ്ടാകുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൾസ് കണ്ടുപിടിച്ച ആ ഒരു സ്കിന്നിന്റെ ടെൻഷൻ ആണ് അവിടെ ജെന്റിൽ ചെയ്യുന്നത്. അതായത് ആ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്കിൻ ടെൻഷൻ അവിടെ ജെന്റിൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ലൂസ് ആക്കിയിട്ട് ആ ഒരു സ്കിന്നിനെ ഇതാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുന്നത്, ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് പങ്ക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ 1% ലിഡോക്കെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നീഡില് ഇപ്പം അവിടെ ചില സമയത്ത് മാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവര് പങ്ക്ചർ ചെയ്യുന്നുണ്ടാകുക. അപ്പൊ മാർക്ക് എന്ത് ചെയ്യും, അവിടെ തന്നെ ഇടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആ ഒരു മാർക്ക് അവിടെ ഇടുന്നത് സ്കിൻ ഇൻസിഷൻ നടത്തി, അതായത് ഇൻസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീഡിൽ ഉള്ളിലോട്ട് പിയേഴ്സ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ മാർക്ക് അവിടെ തന്നെ ലീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തരത്തിലാണ് ആർട്ടീരിയൽ പങ്ക്ചർ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യുന്ന പങ്ക്ചർ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷൻ ആണ്. ഏറ്റവും ഫസ്റ്റ് പൾസ് എവിടെയാ നോക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 1% ലിഡോക്കെയിൻ അല്ലെങ്കിൽ അതുപോലുള്ള റിലേറ്റഡ് സൊല്യൂഷൻസ് ആയിട്ട് അതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ ഒരു സ്കിന്നിന്റെ ടെൻഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, പിയേഴ്സ് ചെയ്യും. പിയേഴ്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാർക്ക് ഇടുന്നുണ്ട്. അത് വീണ്ടും അവിടെ തന്നെ പിയേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു സ്കിൻ ഇൻസിഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആർട്ടീരിയൽ പങ്ക്ചർ ചെയ്യുന്നത്.
ദെൻ വീനസ് പങ്ക്ചർ ഉണ്ട്. അതായത് വെനി പങ്ക്ചർ എന്ന് നമ്മൾ ഇതിനെ പറയും. അതായത് വെനി മീൻസ് വെയിനിന്റെ കൊടുക്കുന്ന അല്ലെങ്കിൽ വെയിൻ വഴി കളക്ട് ചെയ്യുന്ന ബ്ലഡ് കളക്ഷനെയാണ് നമ്മൾ വെനി പങ്ക്ചർ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി മോർ ഓഫൻ ആയിട്ട് ചെയ്യുന്നതാണ് ലബോറട്ടറി ടെസ്റ്റിങ്ങിൽ. അതായത് വെയിനിൽ നിന്നാണ് ഇവിടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഇപ്പം ഇൻസൈഡ് ഓഫ് എൽബോസ് അല്ലെങ്കിൽ ബാക്ക് ഓഫ് ഹാൻഡ്, ഇവിടെ നിന്നൊക്കെയാണ് യൂഷ്വലി വെനി പങ്ക്ചറിന് ബ്ലഡ് എടുക്കുന്നത്. ഓക്കെ, ഇൻസൈഡ് ഓഫ് എൽബോസ് അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ഹാൻഡ്. എ നീഡിൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. വെയിനിലോട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഒരു വിയാൽ എടുക്കും. ഒരു എയർ ടൈറ്റ് വിയൽ എടുത്തിട്ട് ആ ഇതിന്റെ ഉള്ളിലോട്ട് സിറിഞ്ച് വെച്ച് ബ്ലഡ് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതും യൂഷ്വലി നിങ്ങൾ ലാബിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ വിയൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ട്യൂബ് ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ഒരു ടോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഇതിലോട്ട് നീഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ഉള്ളിലോട്ട് ബ്ലഡ് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിയൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതും ഇതുപോലെയുള്ള വാക്യൂട്ടേനർ ട്യൂബ്സ് അല്ലെങ്കിൽ വിയൽസ് ആണ്. അപ്പൊ ഈ ട്യൂബ്സിന്റെക്കും ടോപ്പ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ലിഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഓരോന്നിനും ഓരോ കളറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളർ ഉള്ളത്? അപ്പൊ അവിടെ ഏതൊക്കെ ആന്റി കൊയാഗുലൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ആന്റി കൊയാഗുലൻസ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ യൂസസ് എന്താണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഓരോരോ വിയൽസിനും ഓരോരോ കളർ കോഡ്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ പറഞ്ഞു ഈ ഒരു വിയൽസ് യൂസ് ചെയ്യുന്നത് വീനസ് പങ്ക്ചറിന്റെ സമയത്താണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള വിയൽസ് ആയിരിക്കും ഇത്. അതിന്റെ ഉള്ളിൽ ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പം റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കൊയാഗുലൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ സിറോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വിയൽസ് യൂസ് ചെയ്യുന്നത്. വിയൽ എന്നുള്ളത് ഇതാണ്. അതായത് ജസ്റ്റ് ഒരു ചെറിയൊരു ബോട്ടിൽ, അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു വിയൽസിലാണ് ഇപ്പൊ നമുക്കറിയാം ബ്ലഡ് ഉള്ളിലോട്ട് കൊടുത്ത് നെയിം ഒക്കെ എഴുതി ഒട്ടിച്ചു വെക്കുന്ന ആ ഒരു ട്യൂബ് നമുക്ക് ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കൂടെ ലാബിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളത് റെഡ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ആന്റി കൊയാഗുലൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇപ്പം ഇതിന് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ആഷ് കളർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ സോഡിയം ഫ്ലൂറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. സോഡിയം ഫ്ലൂറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഷുഗർ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ സോഡിയം ഫ്ലൂറൈഡ് ഇവിടെ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറിലുള്ളതാണെങ്കിൽ അതിൽ EDTA ഉണ്ടായിരിക്കും. ഓക്കെ, ഹിമറ്റോളജിക്കൽ എക്സാമിനേഷൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ESR അതെന്തായിരുന്നു, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. അതുപോലെ ഹീമോഗ്രാം, അതായത് എത്ര ബ്ലഡ് സെൽസ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ CBC ഹിമറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണെങ്കിൽ EDTA ഉള്ള ഈ ഒരു വിയലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 3.2% സോഡിയം സിട്രേറ്റ് ഉള്ള ബ്ലൂ കളർ ടോപ്പ് ഉള്ളതാണെങ്കിൽ അവിടെ കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. PT, AP, TP ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിയൽ യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ആണെങ്കിൽ അവിടെ ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി കൊയാഗുലന്റ് ആണ് ഉണ്ടായിരിക്കുക. അത് ബോൺ മാരോ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിയൽസ് യൂസ് ചെയ്യുന്നത്. ദെൻ സിട്രേറ്റ്, അപ്പം ഇങ്ങനെ ഒരു യെല്ലോ കളർ ഉള്ളതാണെങ്കിൽ സിട്രേറ്റ് ആയിരിക്കും അവിടെയുള്ള ആന്റി കൊയാഗുലന്റ്. അത് ബ്ലഡ് കൾച്ചറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതുപോലെ ഒരു പിങ്കിഷ് കളർ ആണെന്നുണ്ടെങ്കിൽ അവിടെ EDTA, K2 EDTA ആണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് മെയിൻ ആയിട്ടും ബ്ലഡ് ബാങ്ക് ടെസ്റ്റുകൾക്ക്, ബ്ലഡ് ടൈപ്പിങ്ങിന്, ABO ഗ്രൂപ്പിംഗ്, അതായത് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ടോപ്പുള്ള വിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ വിയൽസ് അല്ലെങ്കിൽ ഓരോരോ ബോട്ടിൽസിനും അതിന്റെ ടോപ്പ് കളർ അനുസരിച്ച് അതിന്റെ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ആന്റി കൊയാഗുലൻസിന് വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ച് അതിന്റെ യൂസസിലും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് സിലബസിൽ ഇത് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്.
അപ്പം ആന്റി കൊയാഗുലൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നും തന്നെ മനസ്സിലാകും. അതായത് നിങ്ങളുടെ സിലബസിലെ ആന്റി കൊയാഗുലൻസ് ഏതാണെന്ന് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആന്റി കൊയാഗുലൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോഡിയം ഫ്ലൂറൈഡ്, ADTA. അത് K2EDTA യൂസ് ചെയ്യാൻ പറ്റും. 3.2% സോഡിയം സിട്രേറ്റ്, ഹെപ്പാരിൻ, സിട്രേറ്റ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആന്റി കൊയാഗുലൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഈ ആന്റി കൊയാഗുലൻസ്? എന്താണ് ആന്റി കൊയാഗുലൻസ്? അതായത് ഇപ്പൊ നമുക്ക് യൂഷ്വലി അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കേസിൽ ഇപ്പൊ ഒരു വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ബ്ലീഡിങ് ഉണ്ടാകും. ആ ഒരു ബ്ലീഡിങ് കുറച്ച് സമയം ആകുമ്പോഴേക്കും അത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതിന് കാരണം പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനി ഇപ്പം ഇങ്ങനെ ആന്റി കൊയാഗുലേഷൻ എന്നാണ് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ പറയുന്ന ഒരു വേർഡ് കൊയാഗുലേഷൻ. ഇനി കൊയാഗുലേഷൻ അതായത് ബ്ലഡ് ക്ലോട്ട് വേണ്ട, ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആന്റി കൊയാഗുലൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് തന്നൊക്കെ ഇരുന്നാലും അത് എന്തുണ്ടാകും? കൊയാഗുലേറ്റ് ചെയ്യും. കാരണം അതിൽ ഓൾറെഡി എന്തുണ്ട്? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ ആന്റി കൊയാഗുലൻസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മൾ വിയാരിച്ചൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ഓക്കെ, അപ്പൊ അത് അത്ര തന്നെയേ ഉള്ളൂ. ആന്റി കൊയാഗുലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് ആണ്. അതെന്ത് ചെയ്യും? ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെന്റ് ചെയ്യും. അതായത് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ആന്റി കൊയാഗുലൻസ് മെയിൻ ആയിട്ടും കൊടുക്കുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇവര് ഓൾറെഡി സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വന്നിട്ടുള്ള ആൾക്കാരിന് അല്ലെങ്കിൽ വന്നിട്ടുള്ള പേഷ്യൻസിന് ഇങ്ങനെയുള്ള ആന്റി കൊയാഗുലൻസ് അടങ്ങിയ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ ക്ലോട്ട് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിസിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എപിക്സാബാൻ, അതുപോലെ ഡാബിഗാട്രാൻ, എഡോക്സാബാൻ, അതുപോലെ റൈവറോസാബാൻ, വാർഫാരിൻ, ഹെപ്പാരിൻ. യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ആന്റികൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ആന്റികൊയാഗുലൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി ആന്റികൊയാഗുലൻസിന് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആന്റികൊയാഗുലൻസ്, പൊട്ടന്റ് ആന്റികൊയാഗുലൻസിന് എന്ത് ചെയ്യാൻ പറ്റും? കൊയാഗുലന്റ് ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നല്ലൊരു ആന്റികൊയാഗുലന്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ബ്ലഡ് ക്ലോട്ട് ആകുന്നത് കൊയാഗുലന്റ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ കൊയാഗുലന്റ് ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യാണ് ഈ ആന്റികൊയാഗുലൻസ് ചെയ്യുന്നത്. അപ്പം പൊട്ടന്റ് ആന്റികൊയാഗുലൻസിനെ ഈ ഒരു കൊയാഗുലന്റ് ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹൈ ബയോ അവൈലബിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ആക്യുറേറ്റ് മോണിറ്ററിംഗ് ഓഫ് ആന്റികൊയാഗുലന്റ് ഇഫക്ട്സ് വിയ INR. അതായത് INR യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്യുറേറ്റ് എങ്ങനെയാണ് ഈ ആന്റികൊയാഗുലന്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ എഫക്ട് എങ്ങനെയാണെന്നുള്ളത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോ കോൺട്ര ഇൻഡിക്കേഷൻ ഇൻ റീനൽ ഫെയിലിയർ. അതായത് റീനൽ ഫെയിലിയേഴ്സ് ഒന്നും ഈ ഒരു ആന്റികൊയാഗുലൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ റിവേഴ്സൽ ഓഫ് ആന്റികൊയാഗുലന്റ് ഇഫക്ട്സ് വിത്ത് വൈറ്റമിൻ K. അതായത് ആന്റികൊയാഗുലന്റ് ഇഫക്ട്സിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും വൈറ്റമിൻ K യൂസ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഈ ആന്റികൊയാഗുലൻസിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഓഫൻ റിക്വയർസ് പാരന്റൽ ആന്റികൊയാഗുലന്റ് ബ്രിഡ്ജിങ് due to delayed onset and initial procoagulant activity. അതായത് ഇപ്പൊ ആന്റികൊയാഗുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് പാരന്റൽ ആന്റികൊയാഗുലന്റ് ആവശ്യമുണ്ട്, അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ ഇനീഷ്യൽ പ്രോകൊയാഗുലന്റ് ആക്ടിവിറ്റി വരും, അല്ലെങ്കിൽ ഒരു ഓൺസെറ്റ് ആയിട്ട് ഈ പ്രോകൊയാഗുലന്റ് ആക്ടിവിറ്റി വരും. അതിനെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പാരന്റൽ ആന്റികൊയാഗുലന്റ് ബ്രിഡ്ജിങ് ആവശ്യമാണ്. Then delayed onset and long half life. ഇപ്പൊ ഡിലേഡ്, ഇപ്പം 60 to 72 അവേഴ്സും ഇത് ഡിലേഡ് ആണ്. അതായത് അത്രയും ടൈം എടുത്തിട്ടാണ് ഈ ഒരു ആന്റികൊയാഗുലൻസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഹാഫ് ലൈഫ് കുറച്ച് ലോങ് ആണ്. ഓക്കെ, ദെൻ നാരോ തെറാപ്യൂട്ടിക് റേഞ്ച് ആണ്. അതുപോലെ തന്നെ വാരിയബിൾ റെസ്പോൺസസ് ടു ഡോസിങ് ആൻഡ് നോൺ ഫിക്സഡ് ഡോസിങ് റെജിമെന്റ്സ്.
അതായത് ഇപ്പം ഡോസേജ് അനുസരിച്ച്, അതായത് അളവ് കൂടുതലും കുറവും അനുസരിച്ചിട്ട്, കോൺസെൻട്രേഷന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ഇതിന്റെ റെസ്പോൺസിലും വാരിയബിലിറ്റി ഉണ്ടായിരിക്കും. ഫ്രീക്വന്റ് മോണിറ്ററിംഗ് ഓഫ് INR, അതായത് INR വെച്ചിട്ടുള്ള ഒരു ഫ്രീക്വന്റ് മോണിറ്ററിംഗ് ആവശ്യമാണ്. ഡ്രഗ് ഇന്ററാക്ഷൻസ്, അതായത് ഇപ്പം സൾഫോനമൈഡ്സ്, അതുപോലെ ആന്റിബയോട്ടിക്സ്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, അമിയോഡാറോൺ, ഇതൊക്കെയും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രഗ്സ് ആയിട്ടുള്ളൊരു ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ പറഞ്ഞു കുറെ പേഷ്യൻസ് ഒക്കെയും ഈ ഒരു ആന്റിബയോഗുലൻസ് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഇവർ ഓൾറെഡി ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആന്റിബയോഗുലൻസും ന്യൂട്രീഷണൽ സപ്ലിമെന്റും തമ്മിലുള്ള ഒരു ഡ്രഗ് ഇന്ററാക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഫുഡ് ഡ്രഗ് ഇന്ററാക്ഷൻ, ഇപ്പൊ വൈറ്റമിൻ കെ റിച്ച് ഫുഡ്സ്, വൈറ്റമിൻ കെയുടെ ഒരു പ്രത്യേകത, വൈറ്റമിൻ കെക്ക് ആന്റിബയോഗുലൻസിനെതിരായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ വൈറ്റമിൻ കെ അടങ്ങിയ ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് അവിടെയും ഫുഡ് ഡ്രഗ് ഇന്ററാക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ദെൻ സ്പെഷ്യൽ കോഷൻ വിത്ത് എൽഡർലി, ലിവോഫീലിയ, മാൽന്യൂട്രിഷ്ഡ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഇപ്പൊ ഇവരൊക്കെയും ഇപ്പോ എൽഡർ ആയിട്ടുള്ള ആൾക്കാര്, അതുപോലെ ലിവർ ഫെയിലിയേഴ്സ് വന്നിട്ടുള്ള ആൾക്കാര്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയേഴ്സ് വന്നിട്ടുള്ള ആൾക്കാര്, മാൽ ന്യൂട്രിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, ഇവരിലൊക്കെയും ഇങ്ങനെയുള്ള കൊയാഗുലൻസ്, ആന്റി കൊയാഗുലൻസ് കൊടുക്കുന്നത് കുറച്ചും കൂടി നോക്കിയിട്ട് വേണം. അതായത് അവരുടെ ആ ഒരു ഹെൽത്ത് അതിനോട് എന്ത് ചെയ്യില്ല, മാച്ച് ആയി പോകില്ല. അതായത് ആന്റി കൊയാഗുലൻസ് യൂസ് ചെയ്യത്തക്ക വിധം അവരുടെ ഹെൽത്ത് അത്രയും ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറീസിൽ വരുന്നവർക്ക് ആന്റികൊയാഗുലൻസ് കുറച്ചും കൂടി കോഷ്യസ് ആണെന്നാണ് പറയുന്നത്. ഇത്രയാണ് ആന്റികൊയാഗുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതും അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ഏതൊക്കെ ആന്റികൊയാഗുലൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്, ആന്റികൊയാഗുലൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ആന്റികൊയാഗുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ കെ ഫുഡ് അവർ യൂസ് ചെയ്യുന്നില്ല. കാരണം വൈറ്റമിൻ കെ ഫുഡ് എന്ത് ചെയ്യും, ഈ ഒരു ഡ്രഗ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യത വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു സൈറ്റ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ കാപ്പിലറിയും വീനസും ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്നും കൂടി പറയാം. കാപ്പിലറി എന്നുള്ളത് ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ അഡൽട്ട് പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അഡൽട്ട് പേഷ്യന്റിന്റെ ഫിംഗറിൽ നിന്നുമാണ് കാപ്പിലറി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് എടുക്കുന്നത്. ദെൻ ഹീൽസിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇപ്പൊ പീഡിയാട്രിക് അല്ലെങ്കിൽ നിയോനേറ്റൽ പേഷ്യൻസ് ആകുമ്പോൾ അതായത് ന്യൂ ബോൺസ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആവുമ്പോൾ അതിൽ നിന്നും ഹീലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹീൽസിന്റെ സൈഡ്സ് നിന്നാണ് ഈ ഒരു ബ്ലഡ് എടുക്കുന്നത്. ദെൻ ഇയർ ലോബ്സ് നിന്ന് എടുക്കാറുണ്ട്. അത് മെയിൻ ആയിട്ടും മാസ് സ്ക്രീനിങ്, അതായത് റിസർച്ച് സ്റ്റഡീസിനാണ് ഇയർ ലോബ്സ് നിന്ന് ഇതുപോലെ ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നത്. ഇതെല്ലാം കാപ്പിലറി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബ്ലഡ് കളക്ഷൻസ് ആണ്. ദെൻ വീനസ് ബ്ലഡ് കളക്ഷൻ നമ്മൾ പറഞ്ഞു. അവിടെ സൈറ്റ്സ് മെയിൻ ആയിട്ടും വെയിൻ തന്നെയാണ്, വെനി പങ്ക്ചർ തന്നെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. മെയിൻ ആയിട്ടും എൽബോയുടെ ഇൻസൈഡ് ഓഫ് എൽബോ അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ഹാൻഡ് ആണ് മെയിൻ ആയിട്ടും സൈറ്റ്സ് വരുന്നത്. നീഡില് വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ടും എയർ ബബിൾസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ബ്ലഡ് നേരെ പാസ് ചെയ്യുന്നതും ഒരു എയർ ടൈറ്റ് വിയൽസിലോട്ടാണ്. അപ്പൊ ഈ വിയൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പിന്റെ കളർ അനുസരിച്ച് അതിലുള്ള ആന്റി കൊയാഗുലൻസ് വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ നമ്മൾ യൂഷ്വലി കുറെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി WBCസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൈപ്പ് സ്റ്റെയിൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിനെയാണ് ലീഷ്മാൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ലീഷ്മാൻ സ്റ്റെയിൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടും മെഥിലിൻ ബ്ലൂ ഉണ്ടായിരിക്കും, ഇയോസിൻ വൈ ഉണ്ടായിരിക്കും, മെത്തനോൾ ഉണ്ടായിരിക്കും, ബഫർ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് എന്ത് ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ലീഷ്മാൻ സ്റ്റെയിൻ എങ്ങനെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ WBCസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്? ഏറ്റവും ഫസ്റ്റ് നമ്മള് ബ്ലഡ് എടുക്കണം. അത് ലാൻസെറ്റ് അല്ലെങ്കിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ബ്ലഡ് എടുക്കാം. മെയിൻ ആയിട്ടും ലാൻസെറ്റ് യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് എടുക്കുക. കാരണം നമുക്ക് ഇതിനൊരു സ്മോൾ ഡ്രോപ്പ് ആണ് ആവശ്യമുള്ളൂ. അപ്പം ഏറ്റവും ഫസ്റ്റ് ബ്ലഡ് എടുത്തു. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലൈഡ് എടുത്ത്, ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ഗ്ലാസ് സ്ലൈഡ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ മീതെ എന്ത് ചെയ്യും, ഈ ബ്ലഡ് കൊണ്ടുപോയിട്ട് വെക്കും. ഓക്കെ, ബ്ലഡ് കൊണ്ടുപോയി വെക്കും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വേറൊരു സ്ലൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്മിയർ ചെയ്യണം. അപ്പൊ വേറൊരു സ്ലൈഡ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, വലിക്കും, ഇങ്ങനെ വലിക്കും. അപ്പൊ വലിക്കുന്ന സമയത്ത് ഈ ബ്ലഡ് ഫുൾ എന്ത് ചെയ്യും, അവിടെ സ്പ്രെഡ് ആകും. ഓക്കെ, ബ്ലഡ് ഫുൾ അവിടെ സ്പ്രെഡ് ആയി കഴിയും. അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു സ്ലൈഡാണ്. അതുപോലെ തന്നെ ബ്ലഡ് അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ലീഷ്മാൻ സ്റ്റെയിൻ കൊണ്ടുപോയിട്ട് വെക്കും. ലീഷ്മാൻ സ്റ്റെയിൻ യൂഷ്വലി ബ്ലൂ ഇൻ കളർ ആണ്. അപ്പൊ ലീഷ്മാൻ സ്റ്റെയിൻ അവിടെ യൂസ് ചെയ്തു. ലീഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതൊരു 2-3 മിനിറ്റ്സ് അവിടെ ജസ്റ്റ് ഒന്ന് വെക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് എയർ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ്സ് അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 to 10 മിനിറ്റ്സ് വീണ്ടും അത് അവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പിയറൻസ് ഓഫ് ഗോൾഡൻ സ്കെം ഓർ ഷീൻ ഓൺ ദി സർഫസ് ഓഫ് സ്റ്റെയിൻ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡ് വെച്ച് സ്മിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മീതെ നമ്മൾ സ്റ്റെയിൻ ഒഴിച്ചു കഴിഞ്ഞ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് അത് വാട്ടർ വെച്ച് വാഷ് ചെയ്തു. ഒരു 7-10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗോൾഡൻ സ്കം അല്ലെങ്കിൽ ഗോൾഡൻ ഷീൻ പോലെ ഒരു ഷീൻ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സ്റ്റെയിൻ ഉള്ള ഭാഗത്ത് ഒരു ഷീൻ അല്ലെങ്കിൽ ഒരു സ്കം ഉള്ള പോലെ കാണാൻ വേണ്ടി പറ്റും. അതിന്റെ കളർ എന്തായിരിക്കണം, ഗോൾഡൻ ആയിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു സ്റ്റെയിൻ വാഷ് ചെയ്ത് കളയണം. ഓക്കെ, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യുക. ആ സ്ലൈഡിന്റെ ഫ്രണ്ട് ഭാഗത്തല്ല, ബാക്ക് സൈഡ് നമ്മൾ വൈപ്പ് ചെയ്യുക. കാരണം അത് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഒരു മൈക്രോസ്കോപ്പിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയും. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തരത്തിലാണ് WBCസിനെ കാണാൻ വേണ്ടി പറ്റുക. നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് WBCs ആണുള്ളത്. ന്യൂട്രോഫിൽ ഉണ്ട്, ഇസ്നോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ലിംഫോസൈറ്റ്സ് ഉണ്ട്, മോണോസൈറ്റ്സ് ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് WBCസിനെ മനസ്സിലാവുക. ഓക്കെ, അപ്പൊ ഈ തരത്തിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇസുനോഫിൽസ് ആയിരിക്കും. ഇങ്ങനെയാണെങ്കിലോ ന്യൂട്രോഫിൽസ് ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അതായത് ഒരു വട്ടത്തില് കൂടുതലും ഇങ്ങനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ലിംഫോസൈറ്റ്സ് ആയിരിക്കും. മാസ് സെൽസും യൂഷ്വലി ആ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടുവരുന്നത്. ഇനിയിപ്പം ഇത് സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു മൈക്രോസ്കോപ്പിക് ലുക്കാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി യൂഷ്വലി എങ്ങനെയാണ് WBCസിനെ കാണാൻ വേണ്ടി പറ്റുക, അതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ ന്യൂട്രോഫിൽസൊക്കെയും ഈ ഒരു തരത്തിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു 3 ലോബ്ഡ് ആയിരിക്കും. ദെൻ യൂസിനോഫില്ല്, ദ ബേസോഫില്ല്, ദെൻ മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് യൂഷ്വലി നടുക്കിൽ ഇത്രയും ഫിൽഡ് ആയിരിക്കും. അത് നമുക്ക് ലിംഫോസൈറ്റ്സിന് എന്തായാലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളതാണ് കുറച്ചും കൂടി കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വഴിയുള്ളൂ. ഇങ്ങനെയാണ് യൂഷ്വലി നമുക്ക് കാണേണ്ടത്. പക്ഷെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ലീഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ WBCസിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാം. അതായത് ഏറ്റവും ഫസ്റ്റ് ഒരു സ്ലൈഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സ്ലൈഡ് യൂഷ്വലി ഗ്ലാസ് സ്ലൈഡ്സ് ആണ്. ഓക്കെ, ഗ്ലാസ് സ്ലൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് സ്ലൈഡ് എടുത്തു, അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഓക്കെ, ഇതാണ് ഗ്ലാസ് സ്ലൈഡ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലാൻസെറ്റ് വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ബ്ലഡ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്ലഡിനെ വേറൊരു ഗ്ലാസ് സ്ലൈഡ് വെച്ചിട്ട് തന്നെ സ്മിയർ ചെയ്യും. അപ്പൊ സ്മിയർ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് ഒക്കെ എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും സ്ലൈഡിന്റെ മുകളിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയിൻ കൊണ്ടുവന്ന് ഒഴിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളൊരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട് അത് ജസ്റ്റ് എന്ത് ചെയ്തു, വാഷ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, വാഷ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും, യൂഷ്വലി സ്ലൈഡിന്റെ ബാക്കിലൊക്കെയും വാട്ടർ ആയിട്ടുണ്ടാകും. അപ്പൊ അത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് മൈക്രോസ്കോപ്പിൽ കൊണ്ടുപോയിട്ട് നോക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടുന്നത്, കാണാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ WBCസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ലീഷ്മൻ സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ RBCസിനെ WBCസിനെ പ്ലേറ്റ്ലെറ്റ്സിനൊക്കെയും തിരിച്ചറിയാൻ പറ്റും, അവരുടെ ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പൊ RBCസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അവരുടെ ഷേപ്പ് പറയാം. അപ്പൊ ഷേപ്പ് പറയുന്ന സമയത്ത് അവർക്ക് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ് ഉണ്ടായിരിക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുന്നത് നോക്കുക. ഇപ്പൊ ഇതാണ് ഒരു RBC എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്ക് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് RBCസിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇങ്ങനെയാണ് RBCസിനെ കാണാൻ വേണ്ടി പറ്റുക. ഇനി ഇതില് ഇവർക്ക് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ, അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് RBCs ആണ്. സോ അതുകൊണ്ട് തന്നെ RBCസിന് സർഫസ് കൂടുതലായിരിക്കും, സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ദെൻ ഡിസ്ക് ഷേപ്പ് ആണ്, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്യണതുകൊണ്ട് ഇൻക്രീസ് സർഫസ് ഏരിയ ആയിരിക്കും. ഇനി സൈസ് 6 to 8 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആയിരിക്കും അതിന്റെ സൈസ് വരുന്നത്. ദെൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മെച്ചുർ RBCസിന്റെ കേസിൽ എന്തായിരിക്കും, ന്യൂക്ലിയസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് ന്യൂക്ലിയസിന് പകരം അവിടെ കാണുന്നത് ഹീമോഗ്ലോബിൻ ആയിരിക്കും. ഇനി ഈ ഒരു RBCന്റെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യൂഷ്വലി റെഡ് കളേർഡ് ആണ്. കാരണം എന്താണ്, ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ആണ്. നമ്മൾ പറഞ്ഞു യൂഷ്വലി RBCസില് ഈ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല, അതിന് പകരം കാണുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ് RBCസിന് റെഡ് കളർ കൊടുക്കുന്നത്. ഇനി ഇത് റെഡ് ആയിരിക്കും ഓക്സിജൻ ക്യാരി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആയ സമയത്ത്. ഡീഓക്സിജനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡാർക്ക് റെഡ് കളർ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് കളർ വരുന്നത്. ദെൻ അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഫ്രം ലങ് ടു ടിഷ്യൂസ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസ് ടു ലങ്സ്, ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ലങ്ങിൽ നിന്നും ടിഷ്യൂസിലോട്ട് ഓക്സിജൻ കൊണ്ടുകൊടുക്കുക, ടിഷ്യൂസിൽ നിന്നും ലങ്ങിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുകൊടുക്കുക, ഇതാണ് RBCസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, then these are the characters help the RBCs perform their crucial role in oxygen transport throughout the body. അതായത് ഈ ഹീമോഗ്ലോബിൻ ആണ് മെയിൻ ആയിട്ടും ഇതിന് സഹായിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയാണ് RBCസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, അങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ അത് കാണുന്നത്. ദെൻ WBCs എങ്ങനെയാണെന്ന് നോക്കാം. WBCസിന്റെ ഫങ്ഷൻസും മൈക്രോസ്കോപ്പിക് അപ്പിയറൻസും എങ്ങനെയാണ്. അതായത് നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, ഇസിനോഫിൽസ്, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഇങ്ങനെ 5 ടൈപ്പ് WBCs ആണ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇവിടെ ഇനി ലിംഫോസൈറ്റ്സിന് T സെൽ, B സെൽ എന്ന് പറഞ്ഞിട്ട് വേർതിരിവുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഇത്രയാണ് യൂഷ്വലി നമ്മൾ പഠിക്കുക. ഏറ്റവും ഫസ്റ്റ് ന്യൂട്രോഫിലിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ദീസ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ടൈപ്പ് ഓഫ് WBCs. ഏറ്റവും കൂടുതൽ കാണുന്ന WBCs ന്യൂട്രോഫിൽസ് ആണ്. ഓക്കെ, അതുപോലെ ഏറ്റവും ഫസ്റ്റ് എന്തെങ്കിലും ഇൻഫ്ലാമേഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നതും ന്യൂട്രോഫിൽസ് ആണ്. ദി ആർ ദ ഫാഗോസൈറ്റ്സ്, മീനിങ് അതായത് ഫാഗോസൈറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്? അവര് എന്തെങ്കിലും ബാക്ടീരിയ, ഫംഗൈ അതുപോലെയുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നവരാണ് ഈ ന്യൂട്രോഫിൽസ്. അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് കൊണ്ടുവരുന്നത് ഈ ഒരു ന്യൂട്രോഫിൽസ് ആണ്. ന്യൂട്രോഫിൽസ് are characterized by multi-lobed nuclei and are often the first responders to infection. കണ്ടു, ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് ന്യൂട്രോഫിൽസ് ആണ്. അതുപോലെ മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂട്രോഫിൽസ്, ഇതാണ് ന്യൂട്രോഫിൽസ്, അപ്പൊ മൾട്ടി ലോബ്ഡ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് നമ്മൾ പറഞ്ഞു ബി സെൽ, ടി സെൽ, അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് എന്ന് 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി ആണ്
കാണിക്കുന്നത്. ഇമ്മ്യൂണിറ്റി എന്നുള്ള ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമാണ് ലിംഫോസൈറ്റിനുള്ളത്. ഓക്കെ, ഇപ്പൊ സ്പെസിഫിക് പാത്തജൻ, ഇപ്പൊ ബാക്ടീരിയ, ഫംഗൈ, വൈറസ് അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അത് ഏതാണ് സ്പെസിഫിക് പാത്തജനെ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, ലിംഫോസൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ബി സെൽ എന്താന്ന് നോക്കാം. ദേ പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ദാറ്റ് റെക്കഗ്നൈസ് ആൻഡ് ന്യൂട്രലൈസ് സ്പെസിഫിക് ആന്റിജൻസ്. അതായത് സ്പെസിഫിക് ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നതും ഈ ഒരു ബി സെൽ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബി സെല്ലിന്റെ ഫംഗ്ഷൻ. ദെൻ ടി സെൽ അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സ്, അതായത് ഇതിന് വാരിയസ് ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ടും ഇൻഫെക്റ്റഡ് സെൽസിനൊക്കെയും കില്ല് ചെയ്ത് കളയുക. ഇവിടെ മെയിൻ ആയിട്ട് ഇവര് പുറത്തുനിന്ന് വരുന്നതിനെയല്ല, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെയാണ് കില്ല് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ടി സെൽസ് ആണ്. അപ്പോൾ ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവര് മെയിൻ ആയിട്ടും പാത്തജൻ ഏതാണെന്ന് സ്പെസിഫിക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി സെൽസിന്റെ ഫംഗ്ഷൻ. ഇനി ഇവർ ഇൻഫെക്ട് ചെയ്തിട്ടുള്ള സെൽസ് കില്ല് ചെയ്ത് കളയാന്നുള്ളതാണ് ടി സെൽസിന്റെ ഫംഗ്ഷൻ. ദെൻ നമുക്ക് ലിംഫോസൈറ്റ്സിന്റെ പിക്ചർ നോക്കാം. ലിംഫോസൈറ്റ് ടി സെൽ ഉണ്ട്, ബി സെൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഈസിനോഫിൽസ്, മോണോസൈറ്റ്സ്. മോണോസൈറ്റ്സ് എന്ന് പറയുന്നത് ലാർജ് ഫാഗോസൈറ്റിക് സെൽസ് ആണ്. അതായത് ഇവരും ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നവരാണ്. ഇവര് മെയിൻ ആയിട്ടും മാക്രോഫേജസ് എന്നും അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്നും രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, മോണോസൈറ്റ് രണ്ട് ടൈപ്പ്, മാക്രോഫേജസ് ഉണ്ട്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്. കൂടുതലായിട്ടും കാണുന്നത് മാക്രോഫേജസ് ആയിട്ടാണ്. അവര് ടിഷ്യൂസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ടിഷ്യൂസിലോട്ട് വരുന്ന പാത്തജൻസിനൊക്കെയാണ് ഇവര് എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ ഈ മോണോസൈറ്റ്സിന് കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. കിഡ്നി ഷേപ്ഡ്, ഒരു ബീൻ ഷേപ്ഡ് ന്യൂക്ലിയൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഈസിനോഫിൽസ്, ഇവരും എന്ന് പറയുന്നത് സെൽസ് തന്നെയാണ്, WBCs തന്നെയാണ്. ഇവർ കൂടുതലായിട്ടും അലർജിക് റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇവർ പാരാസൈറ്റ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. ഈസിനോഫിൽസ് മെയിൻ ആയിട്ടും ഗ്രാനുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ എൻസൈംസ് റിലീസ് ചെയ്യും ഈ പാരാസൈറ്റ്സിനൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ. ഇവർ എൻഗൾഫ് ചെയ്യല്ല ചെയ്യുക, ഇവർ മെയിൻ ആയിട്ടും എൻസൈം റിലീസ് ചെയ്ത് കില്ല് ചെയ്യുന്നവരാണ്. ഓക്കെ, ദെൻ ഇവർക്ക് ബൈലോബ്ഡ് ന്യൂക്ലിയൈ ആണ് ഉണ്ടായിരിക്കുക. റെഡ് സ്റ്റെയിനിങ് ഗ്രാനുൾസ്, അതായത് ഗ്രാനുൾസ് ഇവർക്ക് ഉണ്ട്, ഗ്രാനുൾസ് കാണാൻ വേണ്ടി പറ്റും. ദെൻ ബേസോഫിൽസ് മെയിൻ ആയിട്ടും അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലാമേഷൻസിൽ തന്നെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇവര് ഹിസ്റ്റമിൻസ് ആണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെമിക്കൽസ് ആണ് റിലീസ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നത്. ബേസോഫിൽസ് ലാർജ് ആണ്, അതുപോലെ തന്നെ ഇവർക്ക് ഗ്രാനുൾസ് ഉണ്ട്. അപ്പൊ ഈ ഗ്രാനുൾസ് നമുക്ക് സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാവരുടെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വ്യത്യാസമാണ്. ന്യൂട്രോഫിൽ ആയാലും ഈസിനോഫിൽ ആയാലും ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് ഒക്കെയും വ്യത്യാസമുണ്ട്. ലോബ്സ് നോക്കിയിട്ടാണ് നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയസ് നോക്കിയിട്ട്, അതായത് ന്യൂക്ലിയൈ, ബൈലോബ്, ട്രൈലോബ്, മൾട്ടിലോബ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ WBCസിന്റെ ഐഡന്റിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നും കൂടി പോവാം. ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് ന്യൂട്രോഫിലിനെ പറ്റിയിട്ടാണ്. ഇവര് മെയിൻ ആയിട്ട് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയൈ ആണ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ്. ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഫാഗോസൈറ്റോസിസ് ചെയ്യും. ദെൻ ലിംഫോസൈറ്റിനെ പറ്റി പറഞ്ഞു. ലിംഫോസൈറ്റ് മെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നവരാണ്. ഏത് പാത്തജൻ ആണ് അതിനെ സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് അതിനെതിരായിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത് ബി സെൽസ്. ഇനി അവർ ഇൻഫെക്ട് ചെയ്തിട്ടുള്ളത് കില്ല് ചെയ്യുന്നത് ആരാണ്, ടി സെൽസും ആണ്. ദെൻ മോണോസൈറ്റ്സ്, ഇവര് മെയിൻ ആയിട്ടും ഡെൻഡ്രൈറ്റിക് സെല്ലും മാക്രോഫേജസ് ആയിട്ടാണ് വേർതിരിഞ്ഞു പോകുന്നത്. മാക്രോഫേജസ് ടിഷ്യൂസിലോട്ട് പോയിട്ട് അവിടെ വരുന്ന പാത്തജൻസിനെ, ഡെബ്രിസിനൊക്കെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഇവരെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയൈ ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കാം. ദെൻ ഈസിനോഫിൽസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും പാരാസൈറ്റ്സിനെ കോമ്പീറ്റ് ചെയ്യുന്നവരാണ്, അലർജിക് റിയാക്ഷൻസ് കാണിക്കുന്നവരാണ് ഈസിനോഫിൽസ്. ഇനി ഇവർ യൂഷ്വലി എൻഗൾഫ് ചെയ്യല്ല ചെയ്യുന്നത്, എൻസൈംസ് റിലീസ് ചെയ്ത് കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബൈലോബ്ഡ് ന്യൂക്ലിയൈ ആണ് ഇവർക്ക് ഉണ്ടായിരിക്കുക, ഗ്രാനുൾസും പ്രസന്റ് ആണ്. ബേസോഫിൽസിന്റെ കേസിൽ ഇവർക്ക് ഗ്രാനുൾസ് ഉണ്ട്, ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവര് മെയിൻ ആയിട്ട് ഹിസ്റ്റമിൻസ്, കെമിക്കൽസ് ഒക്കെ തന്നെ റിലീസ് ചെയ്തുകൊണ്ടാണ് പുറത്തുനിന്ന് വരുന്നതിനെ കില്ല് ചെയ്യുന്നത്. അലർജിക് റിയാക്ഷൻസ്, ഇൻഫ്ലാമേഷൻസ് ഉള്ള സമയത്ത് അവിടെയാണ് ഇവർ ആക്ട് ചെയ്യുന്നത് ബേസോഫിൽസ്. ദെൻ അവരുടെ പിക്ചേഴ്സ്
ദെൻ പ്ലേറ്റ്ലെറ്റ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. യൂഷ്വലി നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇനി അവരുടെ സൈസ് ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലേറ്റ്ലെറ്റ്സ് RBC WBC അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ആയിരിക്കും, വെരി വെരി സ്മോൾ ആയിരിക്കും. ടിപ്പിക്കലി 2-4 മൈക്രോമീറ്റർ ഇൻ ഡയാമീറ്റർ, അത്രയാണ് അവരുടെ സൈസ് വരുന്നത്. ഡിസ്ക് ഷേപ്പ്ഡ് തന്നെയാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ അവർക്ക് സെൽ ഓർഗനൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രൈമർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് തന്നെയാണ്. ഹീമോസ്റ്റാസിസ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ വരുന്നത്. ബൈ അഗ്രിഗേറ്റിംഗ് അറ്റ് ദ സൈറ്റ് ഓഫ് ബ്ലഡ് വെസൽ ഇഞ്ചുറി. അതായത് ഇപ്പം ഇഞ്ചുറി വരുന്ന സമയത്ത് ആ ഒരു സൈറ്റിൽ ചെന്ന് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഇവര് ബ്ലഡ് ക്ലോട്ടിംഗ് നടത്തുന്നത്. Then adhering to damaged endothelium and forming a plug to stop bleeding. അതായത് പ്ലഗ് ഫോം ചെയ്യും, എന്നിട്ട് അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഡാമേജ്ഡ് എൻഡോത്തീലിയത്തിൽ അഡയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ പ്രൊഡക്ഷൻ, പ്ലേറ്റ്ലെറ്റ്സ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ തന്നെയാണ്. ഓക്കെ, മെഗാ കാരിയോസൈറ്റ്സ് തന്നെയാണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്. ദെൻ വിച്ച് ആർ ലാർജർ പ്രിക്കേഴ്സർ സെൽസ്. അതായത് ഈ മെഗാ കാരിയോസൈറ്റ്സ് എന്നുള്ളത് ലാർജ് പ്രിക്കേഴ്സർ സെൽസ് ആണ് ബോൺ മാരോയിലെ. ഇതിൽ നിന്നുമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. ഈച്ച് മെഗാ കാരിയോസൈറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് thousands ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഓരോ മെഗാ കാരിയോസൈറ്റ്സിനും thousands ഓഫ് പ്ലേറ്റ്ലെറ്റ്സിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ദെൻ ലൈഫ് സൈക്കിൾ വരുമ്പോൾ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ടിപ്പിക്കലി അറൌണ്ട് 8 to 10 days ആണ് വരുന്നത്. ദെൻ ആഫ്റ്റർ ദിസ് പീരീഡ് ദേ ആർ റിമൂവ്ഡ് ബൈ ദ സ്പ്ലീൻ ആൻഡ് ലിവർ സ്പ്ലീൻ ഇത് വന്നിട്ട് അവരെ റിമൂവ് ചെയ്ത് കളയും. ദെൻ ഗ്രാനുൾസ്, പ്ലേറ്റ്ലെറ്റ്സ് കണ്ടെയ്ൻ സെവറൽ ടൈപ്പ് ഓഫ് ഗ്രാനുൾസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ഫംഗ്ഷൻ. അപ്പം WBCs പോലെയല്ല, ഇവിടെയും ഗ്രാനുൾസ് ഉണ്ട്, പക്ഷെ ഇവരെ എന്ത് ചെയ്യും, ഹെൽപ്പ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗ്രാനുൾസ് ആണ്. ദെൻ ഇൻക്ലൂഡിങ് ആൽഫ ഗ്രാനുൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡെൻസ് ഗ്രാനുൾസ് ഉണ്ടായിരിക്കും, ലൈസോസോംസ് ഉണ്ടായിരിക്കും. അപ്പൊ ആൽഫ ഗ്രാനുൾസ് പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, അതാണ് ഈ ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഹെൽപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഡെൻസ് ഗ്രാനുൾസ് ഉണ്ട്, അവരിലെ ADP ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ടായിരിക്കും ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈസോസോംസ് ഉണ്ടായിരിക്കും. ഇത്രയാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇനി ഇവരുടെ ആക്ടിവേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. പ്ലേറ്റ്ലെറ്റ്സ് ക്യാൻ ബിക്കം ആക്ടിവേറ്റഡ് ഇൻ റെസ്പോൺസ് ടു സിഗ്നൽസ്. അതായത് ഇപ്പൊ വാസ്കുലാർ ഇഞ്ചുറി വരുന്ന സമയത്ത്, കൊളാജൻ എക്സ്പോഷർ വരുന്ന സമയത്ത്, അങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ റെസ്പോൺസ് ഇതാക്കുമ്പോഴാണ് ഇവർ ആക്ടിവേറ്റഡ് ആകുന്നത്. സിഗ്നൽസ് വരുമ്പോഴാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ആക്ടിവേഷൻ ലീഡ്സ് ടു ചേഞ്ച് ഇൻ ദർ ഷേപ്പ്. അപ്പം ആക്ടിവേഷൻ വരുന്ന സമയത്ത് ഇവരുടെ ഷേപ്പിൽ വ്യത്യാസം വരും, എന്നിട്ട് ഇവർ ഗ്രാനുവൽ കണ്ടന്റ്സ് റിലീസ് ചെയ്യും. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്യും, അവരുടെ ഫംഗ്ഷൻ അവർ ചെയ്യും, ബ്ലഡ് പ്രോട്ടീൻ. ദെൻ റോൾ ഇൻ ഡിസീസ്. ഇപ്പൊ അബ്നോർമാലിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. അപ്പൊ അത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റിന് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് ഈ ഒരു പ്ലേറ്റ്ലെറ്റ്സിന്റെ അബ്നോർമാലിറ്റി, അവരുടെ ഫംഗ്ഷനിൽ കാണിക്കുന്ന അബ്നോർമാലിറ്റീസ് കാരണമാണ്. സോ ഇത് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. യൂഷ്വലി അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയാണ് ഡിസീസ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ RBC ആയാലും WBC ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും അത് ഇത്ര എമൗണ്ട് മതി, അതിനൊരു നോർമൽ റേഞ്ച് ഉണ്ട്. അത് എത്രയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് RBCയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം RBC മെന്നിന്റെ കേസിൽ 4.7 to 6.1 മില്യൺ സെൽസ് പെർ മൈക്രോ ലിറ്റർ ആണ് RBC മെൻസിൽ ആവശ്യം. വിമനിലാകുമ്പോൾ എത്ര വേണം? 4.2 to 5.4 മില്യൺ സെൽസ് പെർ മൈക്രോ ലിറ്റേഴ്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ദെൻ വൈറ്റ് ബ്ലഡ് സെൽസ് ആകുമ്പോൾ 4,500 to 11,000 സെൽസ് പെർ മൈക്രോ ലിറ്റർ ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് ആവശ്യം. അത് മെന്നിലും വിമനിലും ഒരുപോലെ തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് 1,50,000 to 4 lakh അത്രയും പ്ലേറ്റ്ലെറ്റ്സ് പെർ മൈക്രോ ലിറ്റർ ആവശ്യമുണ്ട് ഒരു ഹെൽത്തി ഹ്യൂമൻ ബോഡിക്ക്. ഓക്കെ, അത് WBCയും പ്ലേറ്റ്ലെറ്റ്സിന്റെയും കൗണ്ട് പറയുന്ന സമയത്ത് മെൻസിലും വിമൻസിലും
ഒരേ എമൗണ്ട് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നോർമൽ റേഞ്ച് വരുന്നത്. ഇത്രയാണ് ഈ ഒരു ഫ്ലീബോട്ടമി അല്ലെങ്കിൽ ബ്ലഡിന്റെ ആ ഒരു ഭാഗത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നോർമൽ റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ ഒരു എക്സാം അല്ല, ഏത് PSC ടെസ്റ്റിലായാലും ഈ ഒരു പോർഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അതായത് ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ്, പിന്നെ അതുപോലെ ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ് ആയിട്ടല്ല വരിക, വേറെ രീതിയിലായിരിക്കും ചോദിക്കുക. അതുപോലെ ഈ ഒരു നോർമൽ റേഞ്ചും ഇത്രയും കാര്യങ്ങൾ എല്ലാ ഒരു PSC ടെസ്റ്റിലും ഉണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പഠിക്കാം. പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ 1,50,000 to 4 lakh അത്രയും സെൽസ് പെർ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് പെർ മൈക്രോലിറ്റർ ആണ് വരുന്നത്. ദെൻ WBCസിന്റെ കേസ് ആകുമ്പോൾ 4,500 to 11,000 അത്രയും സെൽസ് പെർ മൈക്രോലിറ്റർ ആവശ്യമുണ്ട്. റെഡ് ബ്ലഡ് സെൽസ് ആകുമ്പോൾ മെൻ ആവുമ്പോൾ 4.7 to 6.1 മില്യൺ സെൽസ് പെർ മൈക്രോലിറ്റേഴ്സ് ആണ്. ദെൻ വിമൻ ആവുമ്പോൾ 4.2 to 5.4 മില്യൺ സെൽസ് പെർ മൈക്രോലിറ്റർ ആണ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ പ്ലേറ്റ്ലെറ്റ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സിന് അതിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സൈസ് WBC RBC വെച്ച് നോക്കുമ്പോൾ വെരി വെരി സ്മോൾ ആണ്. 2 to 4 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ ആണ് വരുന്നത്. ഡിസ്ക് ഷേപ്പ് തന്നെയാണ് കാണുന്നത്. ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല, ബട്ട് സെൽ ഓർഗനൽസ് ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ടും ഗ്രാന്യൂൾസും ഉണ്ടായിരിക്കും, ഡെൻസ് ഗ്രാന്യൂൾസും ഉണ്ടായിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രൈമർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രോട്ടീൻ തന്നെയാണ്. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ, എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത്? ഇപ്പൊ നമുക്കറിയാം ബോൺ മാരോയില് മെഗാ കാരിയോസൈറ്റ്സ് ഉണ്ട്. ഈ മെഗാ കാരിയോസൈറ്റ്സ് ആണ് പ്രിക്കേഴ്സർ സെൽസ്. അതായത് പ്രിക്കേഴ്സർ സെൽ എന്ന് പറയാൻ കാരണം അതിൽ നിന്നുമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത്. ആ ഒരു മീനിങ് വെച്ചിട്ടാണ് പ്രിക്കേഴ്സർ സെൽ എന്ന് പറയാം. അപ്പൊ മെഗാ കാരിയോസൈറ്റിന്റെ പ്രത്യേകത, അത് ഒന്നിൽ നിന്നും 1000 പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ദെൻ ലൈഫ് സൈക്കിൾ പറയുന്ന സമയത്ത് 8 to 10 days ആണ് ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കുക. അത് കഴിയുമ്പോൾ സ്പ്ലീൻ ലിവർ അതിലോട്ട് റിമൂവ് ചെയ്ത് കളയും. ദെൻ ഗ്രാനുവൽസ് ഇവിടെ വരുന്നത് ആൽഫ ഗ്രാനുവൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെൻസ് ഗ്രാനുവൽസ് ഉണ്ട്. ആൽഫ ഗ്രാനുവൽസും രണ്ടും ആയാലും ബ്ലഡ് പ്രോട്ടീനിന് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈസോസോംസ്, അതും എന്താണ്, ഒരു സെൽ ഓർഗനൽ ആണ്, അതും ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. ദെൻ ആക്ടിവേഷൻ, ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു സിഗ്നൽ വൂണ്ട് വരുന്ന സമയത്താണ് ഇവർ മെയിൻ ആയിട്ടും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഇവരുടെ ഷേപ്പ് മാറും, ഇവർ ഗ്രാന്യൂൾസ് റിലീസ് ചെയ്യും, അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് ചെന്ന് അഗ്രിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ റോൾ ഇൻ ഡിസീസ്, അതായത് ഇപ്പം ഈ ഒരു പ്ലേറ്റ്ലെറ്റ്സിന്റെ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവിടെ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ അവരുടെ നോർമൽ റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ WBCസിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, മൾട്ടി ലോബ്ഡ് ആയിരിക്കും അവര്. ദെൻ ലിംഫോസൈറ്റ്സ് അവർ സ്പെസിഫിക് ആന്റിജനെ കണ്ടിട്ടാണ്, പാത്തജനെ കണ്ടുപിടിച്ചിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ആന്റിബോഡീസ് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോണോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയ ആണ് ഉണ്ടായിരിക്കുക. എൻഗൾഫി മെയിൻ ആയിട്ടും ഫാഗോസൈറ്റോസിസ് തന്നെയാണ് നടത്തുന്നത്. ഇസിനോഫിൽ എന്ന് പറയുമ്പോൾ ഇസിനോഫിലും ബേസോഫിലും മെയിൻ ആയിട്ടും കുറെ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നവരാണ്. ഇസിനോഫിൽ ആണെങ്കിൽ എൻസൈംസ് ആണ് റിലീസ് ചെയ്യുക. ബേസോഫിൽസ് ആണെങ്കിൽ ഹിസ്റ്റമിൻ പോലുള്ള കെമിക്കൽസ് ആണ് റിലീസ് ചെയ്യുക. രണ്ടുപേരും ഇതുപോലെ അലർജിക് റിയാക്ഷൻസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അലർജിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. പാരാസൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ ഈ ഒരു രണ്ടിലും ഗ്രാന്യൂൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇസിനോഫിലാണെങ്കിൽ ബൈലോബ്ഡ് ആയിരിക്കും. പിന്നെ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീഷ്മൻ സ്റ്റെയിനിങ് നടത്തുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ RBCയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്. യൂഷ്വലി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 6 to 8 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആയിരിക്കും. ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല, അതിന് പകരം ഹീമോഗ്ലോബിൻ ആയിരിക്കും. അതാണ് അതിന് റെഡ് കളർ കൊടുക്കുന്നത്. ഇപ്പൊ ഹീമോഗ്ലോബിൻ, അപ്പം മെയിൻ ആയിട്ടും ഓക്സിജനേറ്റഡ് ആണെങ്കിൽ റെഡും, ഡിയോക്സിജനേറ്റഡ് ആണെങ്കിൽ ഡാർക്ക് റെഡ് കളറാണ് ഉണ്ടായിരിക്കുക. ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലങ്ങിൽ നിന്നും ടിഷ്യൂസിലോട്ട്, ടിഷ്യൂസിൽ നിന്നും ലങ്ങിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാലിഡ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇത്രയാണ് RBCനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് ഉള്ളൂ. ഇനി ലീഷ്മൻ സ്റ്റെയിനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലീഷ്മൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അതാണ് മിഥിലിൻ ബ്ലൂ, യോസിൻ വൈറ്റ്, മെത്തനോൾ, ബഫർ സൊല്യൂഷൻസ് ഒക്കെ. ഇനി ഈ ഒരു ലീഷ്മൻ സ്റ്റെയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഒരു സ്ലൈഡ് എടുക്കുക, അതിന് മീതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഡ്രോപ്പ് വെക്കുന്നു. അത് കഴിഞ്ഞ് 2-3 സ്റ്റെയിൻ ആഡ് ചെയ്ത് 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് വാഷ് ഔട്ട് ചെയ്യുന്നു. ദെൻ
7-10 മിനിറ്റ്സ് വീണ്ടും വെക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ഗോൾഡൻ സ്കാം അല്ലെങ്കിൽ ഷീൻ പോലെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് വാഷ് ചെയ്യുന്നു. ദെൻ അതിന്റെ ബാക്ക് സൈഡ് വൈപ്പ് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പിക്ചർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ലിംഫോസൈറ്റ്സ്, മാസ്റ്റ് സെൽസ്, അത് മോണോസൈറ്റ്സ് അതിനൊക്കെ മനസ്സിലാക്കുന്നത്. ദെൻ ലീഷ്മാൻ സ്റ്റെയിനിങ് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. WBCസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ലീഷ്മാൻ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ ആന്റി കൊയാഗുലൻസിനെ പറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആന്റി കൊയാഗുലൻസ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും മെഡിസിൻസ് ആണ്. സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വന്നിട്ടുള്ള പേഷ്യൻസിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ആന്റി കൊയാഗുലൻസ്. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് എപ്പിക്സാബാൻ, ഡാബിഗ്രാറ്റാൻ, ഗാഡ്രാൻ, അതുപോലെ വാഫറിൻ, ഹെപ്പാരിൻ പോലുള്ള ആന്റി കൊയാഗുലൻസ് ആണ് കൊടുക്കുന്നത്. ഇനി ആന്റി കൊയാഗുലൻസിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസിൽ മെയിൻ ആയിട്ട് പറയുന്നത് വൈറ്റമിൻ കെ റിച്ച് ഫുഡ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, ഡ്രഗ് എന്ന് പറയുന്നത് ഇവിടെ ആന്റി കൊയാഗുലൻസ് ആണ്, തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വരും. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ ആന്റി കൊയാഗുലന്റ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ കെ ഫുഡ് വെച്ചിട്ട് അതിന്റെ എഫക്ട് റിവേഴ്സ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇപ്പം റീനൽ ഫെയിലിയേഴ്സ് ഒന്നും കാരണമാക്കുന്നില്ല. പിന്നെ ഇവിടെ പൊട്ടന്റ് ആന്റി കൊയാഗുലന്റ് എഫക്ട് ചെയ്യും എന്തിനെ, മൾട്ടിപ്പിൾ കൊയാഗുലന്റ് ഫാക്ടേഴ്സിന്. ഒരു കൊയാഗുലന്റ് ഫാക്ടറിനെ എല്ലാവരും എഫക്ട് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കൊയാഗുലന്റ് ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഹൈലി ബയോ അവൈലബിൾ ആണ്. അപ്പൊ അത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൽ കൂടുതൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലഡ് കളക്ഷൻ സൈറ്റ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം ഏറ്റവും ഫസ്റ്റ് കാപ്പിലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം കുട്ടികളിലാണെങ്കിൽ ഹീൽസിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ, അഡൾട്ട് ആണെങ്കിൽ ഫിംഗേഴ്സിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നതെങ്കിൽ അത് മെയിൻ ആയിട്ടും കാപ്പിലറി ടൈപ്പ് സൈറ്റ് ബ്ലഡ് കളക്ഷൻ ആണ്. അതുപോലെ തന്നെ റിസർച്ച് സ്റ്റഡീസിന് ഇയർ ലോബ്സ് നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്. വീനസ് ആണെങ്കിൽ അതില് വെയിനിൽ നിന്നാണ് ബ്ലഡ് എടുക്കുക. വെയിനിൽ നിന്നും, അതായത് മെയിൻ ആയിട്ടും ഇൻസൈഡ് ഓഫ് ദ എൽബോ അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ഹാൻഡ്, അതിൽ നിന്നൊക്കെയാണ് ബ്ലഡ് എടുക്കുന്നത്. ദെൻ അത് നമ്മളൊരു എയർ ടൈറ്റ് വിയറിലോട്ടാണ് ദെൻ പാസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു വിയർ, അതിന്റെ ആ ഒരു ടോപ്പിന്റെ കളർ അനുസരിച്ച് അതിൽ ആഡ് ചെയ്തിട്ടുള്ള ആന്റി കൊയാഗുലൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. റെഡ് ആണെങ്കിൽ ആന്റി കൊയാഗുലൻസ് ഉണ്ടായിരിക്കില്ല. അത് യൂസ് ചെയ്യുന്നത് സിറോളജിക്കൽ എക്സാമിനേഷൻ ആണ്. ദെൻ ഒരു ആഷ് കളർ ആണെങ്കിൽ സോഡിയം ഫ്ലോറൈഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പർപ്പിൾ കളർ ആണെങ്കിൽ EDTA, അതായത് അത് ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻസിനാണ് യൂസ് ചെയ്യുക. ദെൻ ഒരു 3.2% സോഡിയം സിട്രേറ്റ് ആവുമ്പോൾ അത് കൊയാഗുലേഷൻ സ്റ്റഡീസിനാണ് യൂസ് ചെയ്യുക. ഹെപ്പാരിൻ ആണെങ്കിൽ, അതായത് ഇപ്പം ബ്ലൂ ആണെങ്കിലാണ് 3.2% സോഡിയം സിട്രേറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഗ്രീൻ ആണെങ്കിൽ അതിലുണ്ടായിരിക്കും ഹെപ്പാരിൻ ആണ്, അത് ബോൺ മാരോ സ്റ്റഡീസിനാണ് യൂസ് ചെയ്യുക. യെല്ലോ ആണെങ്കിൽ സിട്രേറ്റ് ആണ്, അത് ബ്ലഡ് കൾച്ചറിനാണ് യൂസ് ചെയ്യുക. ദെൻ പിങ്ക് ആണെങ്കിൽ K2ETA ആണ്, അത് മെയിൻ ആയിട്ടും ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ വെനസ് പങ്ക്ചർ, അത് മെയിൻ ആയിട്ടും വെയിൽ നിന്നാണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞു, അതിന് വെനി പങ്ക്ചർ എന്നും പറയും. ആർട്ടീരിയൽ പങ്ക്ചർ, അതായത് യൂഷ്വലി പൾസ് കണ്ടുപിടിച്ചത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ്. പൾസ് കണ്ടുപിടിച്ച് അവിടുത്തെ സ്കിന്നിന് ടെൻഷൻ ഒന്ന് കുറച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ പിയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ അത് ആർട്ടീരിയൽ പങ്ക്ചർ ആണ്. ദെൻ ലാൻസെറ്റ് എന്താണെന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ലാൻസെറ്റ്. ദെൻ കാപ്പിലറി പങ്ക്ചർ നമ്മൾ യൂഷ്വലി പറഞ്ഞു, ഫിംഗർ, ഹീൽ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് സൈറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് എടുക്കുമ്പോൾ അതിന് കാപ്പിലറി പങ്ക്ചർ എന്നാണ് പറയുന്നത്. ദെൻ ഫ്ലീബോട്ടമി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ യൂഷ്വലി ബ്ലഡ് കളക്ഷൻ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്, അപ്പൊ വെയിൽ നിന്നും കളക്ട് ചെയ്യും, അങ്ങനെ പല സൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി പങ്ക്ചർ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഫ്ലീബോട്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിലാണ്, അതിന്റെ സ്റ്റഡീസ് ഒക്കെയും വരുന്നത്. ദെൻ ഇതിനെ തന്നെ ബ്ലഡ് ഡ്രൂ എന്നും വിനി പങ്ക്ചർ എന്നും പറയുന്നുണ്ട്. മെയിൻ ആയിട്ടും ഫ്ലീബോട്ടമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിനിൽ നിന്നും ബ്ലഡ് എടുക്കുന്നതിനെയാണ്. സോ ബ്ലഡ് ഡ്രോ അല്ലെങ്കിൽ വെനി പങ്ക്ചർ എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അതാണ് മെയിൻ ആയിട്ടും ഇവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, VLSന്റെ ഈ ഒരു സംഭവം. അതുപോലെ തന്നെ ഏതൊക്കെ കളക്ടിങ് സൈറ്റ്സ് ആണുള്ളത്, അതുപോലെ ആന്റി കൊയാഗുലൻസിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ടും പഠിക്കണം, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും.
പിന്നെ ലീഷ്മാൻ സ്റ്റെയിനിങ് എങ്ങനെയാണ് ചെയ്യുക, പ്രൊസീജിയർ, അതുപോലെ തന്നെ അതിലുള്ള കമ്പോസിഷൻ, അതുപോലെ അതിന്റെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതും. അപ്പൊ അതിന് നമ്മൾ RBC എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ WBCs അത് ഓരോന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു പിക്ചർ. പക്ഷെ ഇതുപോലെയുള്ള നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുന്നത് അത് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും, എങ്കിലും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെയല്ല, നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഇപ്പം നമ്മൾ മുമ്പ് കാണിച്ച പിക്ചർ പോലെ ആയിരിക്കും യൂഷ്വലി ഉണ്ടായിരിക്കുക. അതായത് ഈ ഒരു പിക്ചർ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ നല്ല രീതിക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് യൂഷ്വലി വരേണ്ടത്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. RBC WBC അതിനെ വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി വെരി വെരി സ്മോൾ ആയിരിക്കും പ്ലേറ്റ്ലെറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന് കുറച്ചും കൂടി കൂടുതൽ ഫങ്ഷൻസ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ടും ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ നോർമൽ റേഞ്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു RBCസിനും WBCസിനും പ്ലേറ്റ്ലെറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു നോർമൽ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾക്ക് ആ ഒരു പേഷ്യന്റ് ഹെൽത്തി ആണോ അല്ലെ ആൾക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഡിസീസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു നോർമൽ റേഞ്ച് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതും പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുന്നത്. സോ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.